ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വ്യാഴം, ഇന്ന് വെള്ളി എന്നിങ്ങനെ 2 ദിവസങ്ങളിലായി വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇന്നലെ ഫെബ്രുവരി 5 വ്യാഴാഴ്ച പ്രധാനമായും തിയേറ്ററിലെത്തിയ മലയാള സിനിമ ആശാനാണ്. ഗപ്പി, അമ്പിളി എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ജോൺ പോൾ ജോർജാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, ശോഭി തിലകൻ, അബിൻ ബിനോ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 55 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 90 ലക്ഷം 1 കോടി റേഞ്ചിലുമാണ്. ജയറാം, കാളിദാസ് ജയറാം എന്നിവർ പ്രധാന താരങ്ങളായി പ്രജിത്ത് സംവിധാനം ചെയ്ത ആശകൾ 1000 എന്ന മലയാള സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് പൊതുവെ നേടിയെടുത്തിട്ടുള്ളത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, ആശാ ശരത്ത്, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, രമേശ് പിഷാരടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ പൊതുവെ നല്ല അഭിപ്രായം നേടിയെടുത്തതോടെ മണിക്കൂറിൽ 1000, 1500, 2000, 2500 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്കായി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെട്ടിരുന്നു. നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷൻ ഡാറ്റ അനുസരിച്ച് ആദ്യ ദിവസം കേരളത്തിൽ 55-60 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവന, റഹ്മാൻ എന്നിവർ പ്രധാന താരങ്ങളെ റിയാസ് മറാത്ത് സംവിധാനം ചെയ്ത അനോമി എന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ബിനു പപ്പു, അർജുൻ ലാൽ, ഷെബിൻ ബെൻസൺ, ദൃശ്യ രഘുനാഥ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 30-35 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 60 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് വിത്ത് ലവ്. മഥൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. കേരളത്തിൽ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ 4 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലുള്ള ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 90 ലക്ഷം 1 കോടി റേഞ്ചിലും നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം പുതുതായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തിയെങ്കിലും പ്രകമ്പനം എന്ന സിനിമ തന്നെയാണ് അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്നത്. ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, മല്ലിക സുകുമാരൻ, രാജേഷ് മാധവൻ എന്നിങ്ങനെ താരനിരയുമായി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ ഈ സിനിമ 7ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 73 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. 7 ദിവസം കൊണ്ട് 5,65 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയത്. എന്നാൽ 8ാം ദിവസമായ വെള്ളിയാഴ്ചയും ഈ സിനിമയ്ക്ക് 65-70 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 6,30 ലക്ഷം റേഞ്ചിലാണ് 8 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 8 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 4,90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 8ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5,05 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 7-7.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 മലയാള സിനിമകളിൽ ആദ്യ വിജയ ചിത്രമാണ് ചത്താ പച്ച. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർജുൻ അശോകൻ, വിശാഖ് നായർ, റോഷൻ മാത്യു, മമ്മൂട്ടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 16,88 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 16ാം ദിവസം വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10-12 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 16 ദിവസം കൊണ്ട് കേരളത്തിൽ 17 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 36 കോടിക്ക് മുകളിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.